കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഒന്നാം തേരുത്സവം ഇന്ന് നടക്കും. വെള്ളിയാഴ്ചയാണ് പ്രശസ്തമായ ദേവരഥ സംഗമം. ഇന്നു മുതൽ കേരള വിഷൻ ന്യൂസ് ചാനലിലും സാമൂഹ്യ മാധ്യമങ്ങളുടെ അക്കൗണ്ടുകളിലും രഥോത്സവം തത്സമയം കാണാം. ദേവരഥത്തെ വരവേൽക്കാൻ അഗ്രഹാരങ്ങളും വഴിത്താരകളും ഒരുങ്ങി. രഥോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ ഒന്നാം തേരുത്സവം ഇന്ന് നടക്കും. രാവിലെ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള ശിവൻ, ഗണപതി, മുരുകൻ എന്നീ ദേവന്മാരുടെ തേരുകൾ ഗ്രാമപ്രയാണത്തിനായി പുറപ്പെടും. ഇതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് പുറമെ പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലായി 6 തേരുകളാണ് ഉള്ളത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ആയിരങ്ങൾ കാത്തിരിക്കുന്ന ദേവരഥങ്ങൾ സംഗമിക്കുന്ന പ്രശസ്തമായ ദേവരഥ സംഗമം. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി നിരവധി പേരാണ് കൽപ്പാത്തിയിലെത്തുക. 10 ദിവസം നീണ്ടു നിൽക്കുന്ന രഥോത്സവത്തിന്റെ അവസാന 3 ദിവസങ്ങളിലാണ് ദേവരഥ പ്രയാണം. 3-ാം ദിവസമാണ് പ്രശസ്തമായ ദേവരഥ സംഗമം. പാലക്കാടിന്റെ സാംസ്കാരിക ഉത്സവം കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം. ഇന്നു മുതൽ ദേവരഥ സംഗമം നടക്കുന്ന നവംബർ 15 വരെ രാവിലെയും വൈകിട്ടും വാർത്തകൾക്കിടയിൽ കൽപ്പാത്തി രഥോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിലും. സമ്പൂർണ്ണമായ തത്സമയ സംരക്ഷണം കേരള വിഷൻ ന്യൂസിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 11 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 7 മണി വരെയും കാണാം. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.